നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ വിദേശ നയത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവായ ഒന്നിനെക്കുറിച്ചാണ്. 1962 ഇന്ത്യ-ചൈന യുദ്ധം. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു വേദനയുണർത്തുന്ന ഒരു അധ്യായമാണത്, അല്ലേ? ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിനേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഇന്നും അതിനെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള കാലത്ത് ഇന്ത്യയിലും ചൈനയിലുമൊക്കെ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. ഹിന്ദി ചീനി ഭായ് ഭായ്. എന്താ അതിന്റെ അർത്ഥം? ഇന്ത്യക്കാരും ചൈനക്കാരും സഹോദരന്മാരാണ്. അത്രയ്ക്ക് ആഴത്തിലുള്ളൊരു സൗഹൃദത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ടല്ലേ? അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം വരും. സഹോദരങ്ങളെപ്പോലെ ഭായ് ഭായ് എന്ന് പറഞ്ഞിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ശത്രുക്കളായി മാറിയത്? എങ്ങനെയാണ് ഒരു യുദ്ധത്തിലേക്കെത്തിയത്? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മൾ ഇന്നീ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോ ഈ കഥ തുടങ്ങുന്നത് ശത്രുതയിൽ നിന്നല്ല, നേരെ മറിച്ച് വളരെ ഊഷ്മളമായ ഒരു സൗഹൃദത്തിൽ നിന്നാണ്. നമുക്കാ കാലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അതായത്, ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം, ചൈനയില് പുതിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്ന സമയം. ആ സമയത്ത് എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കാം. അപ്പോ 1949 മാവോ സെതൂങ്ങിന്റെ നേതൃത്വത്തില് ചൈനയിലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിലവിൽ വന്നു. അന്ന് ആ ഗവൺമെന്റിനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്തുകൊണ്ടെന്നാൽ പ്രധാനമന്ത്രി നെഹ്റുവിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഏഷ്യയിലെ ഈ രണ്ട് വമ്പൻ ശക്തികൾ, ഇന്ത്യയും ചൈനയും, ഒരുമിച്ച് നിന്നാൽ ലോകത്തിന് തന്നെ മാതൃകയാകാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ആ ഒരു വലിയ വിശ്വാസത്തിൽ നിന്നും, ആ പ്രതീക്ഷയിൽ നിന്നുമാണ് ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യം ഉണ്ടാകുന്നത്. പക്ഷേ ആ സൗഹൃദത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പതിയെ പതിയെ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. ആ വിള്ളലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നെന്നറിയാമോ? ടിബറ്റായിരുന്നു. ഈ ടിബറ്റിന്റെ സ്ഥാനമൊന്നു നോക്കിക്കേ. അത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലായിരുന്നു. അതായത് ഒരു ബഫർ സ്റ്റേറ്റ് പോലെ. എന്താണ് ഈ ബഫർ സ്റ്റേറ്റ്? സിമ്പിളായി പറഞ്ഞാൽ, രണ്ട് വലിയ രാജ്യങ്ങൾ നേരിട്ട് അതിർത്തി പങ്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്വതന്ത്ര രാജ്യം. ഈയൊരു ബഫർ ഇല്ലാതായതായിരുന്നു പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്ന് നോക്കാം. 1950 ചൈന ടിബറ്റ് പിടിച്ചടക്കി. ഇന്ത്യക്കിതിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ആ നല്ല ബന്ധം ഉലിയാതിരിക്കാൻ വേണ്ടി 1954 നമ്മൾ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചു. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് 1959 ദലൈലാമ ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടി. ഇതോടെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. ഇതിന് പിന്നാലെ ഇന്ത്യ ഒരു ഫോർവേഡ് പോളിസി തുടങ്ങി. അതായത്, തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. അതോടെ പ്രശ്നം ശരിക്കും വഷളായി. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ടിബറ്റിന്റെ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നതിന് തുല്യമായിട്ടാണ് അവർ കണ്ടത്. ഇത് ചൈനീസ് നേതൃത്വത്തെ ശരിക്കും ചൊടിപ്പിച്ചു. അപ്പോ ഈ അതിർത്തി തർക്കം എവിടെയൊക്കെ ആയിരുന്നു എന്ന് നോക്കാം. പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലാണ് പ്രശ്നമുണ്ടായിരുന്നത്. ഒന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് ലഡാക്കിലെ എക്സൈ ചിൻ എന്ന സ്ഥലം. എന്തിനാണ് ചൈനയ്ക്ക് ഈ സ്ഥലം? കാരണം അവരുടെ സിൻജിയാങ് പ്രവിശ്യയെ ടിബറ്റുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് അതുവഴിയായിരുന്നു. ഇനി രണ്ടാമത്തേത് കിഴക്കുഭാഗത്താണ്. ഇന്നത്തെ അരുണാചൽ പ്രദേശ്, അന്ന് നെഫ എന്നായിരുന്നു പേര്. അത് സൗത്ത് ടിബറ്റിന്റെ ഭാഗമാണ് എന്നായിരുന്നു ചൈനയുടെ വാദം. അങ്ങനെ ഈ തർക്കങ്ങളെല്ലാം കൂടി അവസാനം ഒരു യുദ്ധത്തിലേക്കെത്തി. ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു തരത്തിലും തയ്യാറെടുത്തിട്ടില്ലാത്ത ഒരു യുദ്ധം. ആ വർഷം 1962. ഇന്ത്യൻ ചരിത്രത്തിലെ ആ കരുത്ത അധ്യായം തുടങ്ങുന്നത് ആ വർഷമാണ്. 1962 ഒക്ടോബർ 20 ചൈനീസ് സൈന്യം ലഡാക്കിലും NEFയിലും, അതായത് രണ്ട് ഭാഗത്തും ഒരേ സമയം ആക്രമണം തുടങ്ങി. നമ്മുടെ സൈന്യം ഒട്ടും തയ്യാറായിരുന്നില്ല. ആ കഠിനമായ തണുപ്പിനെ നേരിടാനുള്ള വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ആയുധങ്ങളുമില്ല. ശരിക്കും പകച്ചുപോയി. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തവാങ് പോലൊരു പ്രധാനപ്പെട്ട സ്ഥലം ചൈന പിടിച്ചെടുത്തു. നവംബർ ആയപ്പോഴേക്കും അവർ അസമിലെ തേജ്പൂരിന്റെ അടുത്തുവരെ എത്തി. പക്ഷേ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നവംബർ 21 ചൈന പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവർ ഏകപക്ഷീയമായി യുദ്ധം നിർത്തുകയായിരുന്നു. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ എന്തായിരുന്നു സ്ഥിതി?
ചൈനയ്ക്ക് വേണ്ടത് കിട്ടിയിരുന്നു. അവർ ലക്ഷ്യം വെച്ച് ആ അക്സൈച്ചിൻ പ്രദേശം അവരുടെ കയ്യിലായി. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. നമുക്ക് സ്ഥലം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ മുറിവേറ്റത് നമ്മുടെ അഭിമാനത്തിനായിരുന്നു. ആത്മാഭിമാനം തകർന്നുപോയ ഒരവസ്ഥ. ഈ തോൽവി ഇന്ത്യയിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർമാത്ത്, അത് വളരെ വലുതായിരുന്നു. നമ്മുടെ രാഷ്ട്രീയം, സൈന്യം, വിദേശനയം എല്ലാത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ ഈ യുദ്ധം ഒരു കാരണമായി. ഒന്നാമത്തെ കാര്യം, ഇതൊരു ദേശീയ അപമാനമായിരുന്നു. രാജ്യം മുഴുവൻ തലകുനിച്ച ഒരു നിമിഷം. സ്വാതന്ത്ര്യം നേടിയിട്ട് അധികം കാലമാകാത്ത, ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു അത്. പിന്നെ ഈ തോൽവി പ്രധാനമന്ത്രി നെഹ്റുവിനെ ശരിക്കും തകർത്തുകളഞ്ഞു. ചൈനയെ അദ്ദേഹം അത്രയധികം വിശ്വസിച്ചുപോയി. ആ വിശ്വാസം തെറ്റായിപ്പോയി എന്ന വലിയ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി വി.കെ. കൃഷ്ണമേനോന് രാജിവെക്കേണ്ടിയും വന്നു. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നത് നമ്മുടെ ഫോറിൻ പോളിസിയിലാണ്. അതായത് വിദേശനയത്തിൽ. ചേരിചേരാ നയം എന്ന ആദർശം മാത്രം പോരാ, രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും വലുതെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കാൻ, റിയലിസ്റ്റിക് ആകാൻ ഈ തോൽവി നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് സൈനിക സഹായത്തിനായി ഇന്ത്യ അമേരിക്കയോടും സോവിയറ്റ് യൂണിയനോടും കൂടുതൽ അടുത്തത്. നമ്മുടെ മിലിറ്ററി മോഡേണൈസ് ചെയ്യാൻ തുടങ്ങി. ഇനി രാജ്യത്തിനകത്ത് നോക്കിയാലോ, അവിടെയും ഇതിന്റെ പ്രതിഫലനമുണ്ടായി. കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരുപാട് ശക്തിപ്പെട്ടു. എന്തിന്, നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അവിശ്വാസ പ്രമേയം വരുന്നതുപോലും ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. പക്ഷേ ആ മുറിവുണങ്ങാൻ ഒരുപാട് വർഷങ്ങളെടുത്തു. പതിയെ പതിയെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പഴയപടിയാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 1976 വീണ്ടും പൂർണ്ണമായ ഡിപ്ലോമാറ്റിക് ബന്ധം തുടങ്ങുന്നത്. പിന്നെ 1988 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ചൈന സന്ദർശിച്ചു. അതൊരു വലിയ നാഴികക്കല്ലായിരുന്നു. അന്നെടുത്തൊരു പ്രധാന തീരുമാനമിതായിരുന്നു: അതിർത്തി തർക്കം അവിടെ നിൽക്കട്ടെ, നമുക്ക് വ്യാപാരം പോലെയുള്ള മറ്റു കാര്യങ്ങളിൽ ഒരുമിച്ച് മുന്നോട്ടു പോകാം. സത്യം പറഞ്ഞാൽ ഇന്നും ആ ഒരു അവസ്ഥ തുടരുകയാണ്. അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതേസമയം വലിയ തോതിലുള്ള വ്യാപാരവും ഇരു രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വാക്യത്തിൽ എല്ലാം ഉണ്ട്. 1962 ആ യുദ്ധം ഇന്ത്യയുടെ ഐഡിയലിസം, അതായത് ആദർശപരമായ സ്വപ്നങ്ങളെല്ലാം തകർത്തു. പകരം കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ, ഒരു റിയലിസ്റ്റായിട്ട് കാര്യങ്ങളെ കാണാൻ നമ്മളെ പഠിപ്പിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ വിശദമായ നോട്ട്സിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട ശേഷം അതൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോ അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി.